ഹായ്, മെയിൽ ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അയ്യപ്പനും കോശിയും, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയ ഒരു സിനിമയാണ് തെക്ക് വടക്ക്, ഡയറക്റ്റഡ് ബൈ പ്രേം ശങ്കർ. ഇത് എഴുതിയിരിക്കുന്നത് എസ് ഹരീഷാണ്. പടത്തിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് സാം സി എസ് ആണ്. ക്യാമറ സുരേഷാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ കാണുന്ന സമയത്ത് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല റൈറ്ററും അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടറൊക്കെയാണ് ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ തന്നെ വിനായകൻ, കോട്ടയം രമേശ്, മെൽവിൻ, മെറിൻ, അതുപോലെ തന്നെ നമ്മുടെ സൂപ്പർ ശരണ്യയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള വിനീത് വിശ്വ, പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, മെയിൽ ഈഗോ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൽ നിന്നാണ് ഈ സിനിമയുടെ ബേസിക് ആയിട്ടുള്ള പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. അതായത് മാധവൻ എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ ശങ്കുണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ. മാധവൻ വിനായകനാണ്, ശങ്കുണ്ണി സുരാജ് വെഞ്ഞാറമൂടാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ പല കാര്യങ്ങളും ഇവർ സറ്റേറിക്കലായിട്ട് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവസാനം എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഇത് കംപ്ലീറ്റ് സറ്റയർ ആയിട്ടുമില്ല, എന്നാൽ ഈ മെയിൽ ഈഗോ എന്ന് പറയുന്ന സാധനം അത്ര കണ്ട് വർക്കായിട്ടുമില്ല. ചില ഭാഗങ്ങളിലൊക്കെ വർക്കായിട്ടുണ്ട്, പക്ഷേ ചില ഭാഗങ്ങളിലൊക്കെ അത് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അയ്യപ്പനും കോശിയൊക്കെ കാണുന്ന സമയത്ത് വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ചോദ്യം ഉണ്ടാവും. അത് അടുത്ത എന്തായിരിക്കും, അടുത്ത ഇവരെ എന്താണ് ബീറ്റ് ചെയ്യാനായിട്ട് എന്ത് ഐഡിയ ആയിരിക്കും മറ്റേ ആൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ ഒരു സാധനം നമുക്ക് ഉള്ളുന്നൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പടത്തിലേക്ക് വന്ന സമയത്ത് ഒരു എഴച്ചിൽ നമുക്ക് ഫീൽ ചെയ്യും, എന്തോ ഒരു ലാഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് മാത്രമല്ല, ഇനി സറ്റയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല ഭാഗങ്ങളിലും ഇപ്പോൾ പൊളിറ്റിക്സിനെയും സിസ്റ്റത്തിനെയും നമ്മുടെ നാട്ടിലുള്ള ചില കസ്റ്റംസ്, ചില രീതികളിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ സിനിമ കളിയാക്കി കൊണ്ടുപോകുന്നുണ്ട്. ജാതീയമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചില രീതികൾ, നാട്ടു നടപ്പുകൾ, ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ കളിയാക്കുന്നുണ്ട്. പക്ഷേ അത് ഒരു ഭാഗത്തൂടെ പോകുന്നുണ്ട്. ഈ മെയിൽ ഈഗോ എന്ന് പറഞ്ഞ സാധനം വേറൊരു ഭാഗത്തോടി പോയി. രണ്ട് വഴിക്കായിട്ട് ഈ രണ്ട് സാധനങ്ങളും വർക്കാവാത്ത രീതിയിലാണ് ഇതിന്റെ ടോട്ടൽ ഔട്ട്പുട്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ വിനായകൻ ഫസ്റ്റ് ഹാഫ്, അതായത് ഇന്റർവെൽ വരെയുള്ള ഭാഗത്ത് വിനായകന്റെ അഴിഞ്ഞാട്ടമാണ്. ഗംഭീരമായിട്ടുള്ള ആക്ടിങ്, അതുപോലെ തന്നെ ചില മാനറിസങ്ങൾ, അദ്ദേഹത്തിന്റെ ഡാൻസ്, ചില നടത്തം, വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള ആൾക്കാരോട് കണ്ടിട്ടുണ്ട്, ചില കടുംപിടുത്തം പിടിക്കുന്ന, ചില പ്രത്യേക രീതി മാത്രം ഫോളോ ചെയ്ത് വരുന്ന. ഇതിൽ ഒരു സംഭവം ഉണ്ട്, അതായത് ഹെൽമെറ്റ് ഇട്ടതിന് ശേഷം കാറിനുള്ളിൽ കയറിയിട്ട് കാറ് മുന്നോട്ട് എടുക്കും, അതേപോലെ തന്നെ റിവേഴ്സ് എടുത്തുകൊണ്ടിരും വിനായകൻ. ഇയാൾ എല്ലാ ദിവസവും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇയാൾ ട്രാവൽ ചെയ്യുന്നത് വേറൊരാളുടെ ബൈക്കിന്റെ ബാക്കിലാണ്. അപ്പൊ ചില പ്രത്യേകതരം രീതികൾ, ചില ശൈലികളൊക്കെ ഫോളോ ചെയ്യുന്ന ആളാണ് വിനായകന്റെ ക്യാരക്ടർ. സുരാജ് ആണെങ്കിൽ വേറൊരു ടൈപ്പ് മനുഷ്യനാണ്. പക്ഷെ സുരാജിന്റെ അഴിഞ്ഞാട്ടം ശരിക്കും ഇന്റർവെല്ലിന് ശേഷമാണ്. അപ്പൊ രണ്ട് മെയിൻ ക്യാരക്ടേഴ്സിനും നല്ല രീതിയിൽ അവരുടെ ടാലന്റ് കാണിക്കാനുള്ള സ്പേസ് സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ സിനിമ വർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് ഈ സിനിമയുടെ പ്ലോട്ട് നന്നായി ഡെവലപ്പ് ചെയ്ത് വന്നിട്ട്, പക്ഷെ ഇത് എഴുതി വന്നപ്പോഴത്തേക്കും രണ്ട് വഴിക്കായി പോയി. മെയിൽ ഈഗോ എന്ന് പറയുന്ന ഒരു ഭാഗത്തും, അതുപോലെ തന്നെ ഈ സറ്റയർ എന്ന് പറയുന്ന ഭാഗം മറ്റു സൈഡിലും ആയിപ്പോയി. ഇത് രണ്ടും നല്ല രീതിയിൽ ഒന്നുകൂടി കമ്പൈൻ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നല്ലൊരു പടം പ്രതീക്ഷിക്കായിരുന്നു. പിന്നെ സിനിമയിലെ ചില തമാശകളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഒരു പ്രത്യേകതര സമരമുറകളൊക്കെ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അത് പൊളിറ്റിക്കലായി നല്ലൊരു സറ്റയറാണ് അത്. പക്ഷേ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില സ്ഥലത്തൊന്നും അത്ര കണ്ട് ചിരിയോ കാര്യങ്ങളൊന്നും വരില്ല. ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിയിലായിരുന്നു. നല്ല മ്യൂസിക്കാണ്, അതായത് സാം സി എസിന്റെ BGM അതുപോലെ തന്നെ പാട്ടും അടിപൊളിയായിരുന്നു. ജാസി ഗിഫ്റ്റിന്റെ പാട്ട്, അതുപോലെ തന്നെ വിനായകന്റെ ഒരു ഡാൻസ് വരുന്നുണ്ട്, ഒരു പാർട്ടി സോങ് വരുന്നുണ്ട്, അതും ഗംഭീരമായിരുന്നു. ഓരോ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. മെൽവിനും അതുപോലെ തന്നെ മെറിൻ, നമ്മുടെ ഗില്ലാപ്പികളിലത്തെ അഞ്ചക്കള്ള കൊക്കാനിലെ ഗില്ലാപ്പി ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പെർഫോമൻസ് നന്നായിരുന്നു. അതുപോലെ തന്നെ കോഴിയെ പിടിക്കാൻ വേണ്ടി പോകുന്നത്, അവരുടെ ബിസിനസ് ടർഫ്, ഈ ടർഫ് എന്ന് പറയുന്ന സാധനം പിന്നീട് ഒരു കൺവേർട്ട് ചെയ്ത് പുതിയൊരു ബിസിനസ്സിലേക്ക് മാറ്റുന്നുണ്ട്. ആ ഒരു സാധനങ്ങളൊക്കെ കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു. പക്ഷെ എന്തോ മൊത്തം കാണുന്ന സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ വല്ലാത്ത ലാഗും, ചില സ്ഥലങ്ങളിലൊക്കെ ചില തമാശകൾ വർക്കാവാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ സിനിമയുടെ കളർ ടോണൊക്കെ ഒരു പ്രത്യേകതരം ടോണാട്ടോ, ഒരു യെല്ലോയിഷ് ടോണാണ്. ചിലപ്പോൾ ഒരു സറ്റയറിന് വേണ്ടി ഉപയോഗിച്ചതായിരിക്കും. പക്ഷേ ഇതിന്റെ ബേസ് പ്ലോട്ട് ആയിട്ടുള്ള മെയിൽ ഈഗോ എന്ന് പറയുന്ന സാധനം അത്ര കണ്ട് വർക്കായിട്ടില്ല. അവസാനം ഇത് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. പ്രത്യേകിച്ച് സുരാജിന്റെ ക്യാരക്ടർ, ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പ്രത്യേകമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ എത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നീട് ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കുമായിരിക്കും. പക്ഷെ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് കണ്ട സമയത്ത് ഒരു സ്ഥലത്ത് സറ്റയറും പറയുന്നുണ്ട്, മറ്റൊരു സ്ഥലത്ത് മെയിൽ ഈഗോയും പറയുന്നുണ്ട്. പക്ഷേ ഈ സറ്റയറും അത്ര കണ്ട് വർക്കായിട്ടില്ല, മെയിൽ ഈഗോയും അത്ര കണ്ട് വർക്കായിട്ടില്ല. ഒരു ഗ്രിപ്പില്ലാത്ത രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരു ഫ്ലോ എന്തോ ഒരു പ്രശ്നമുണ്ട്, അത്ര കണ്ട് ഫ്ലോയിൽ പോകുന്നൊരു സ്റ്റോറി ഒന്നല്ല. എന്തൊക്കെയോ ചില മിസ്റ്റേക്കുകളോ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ചില തടസ്സങ്ങളൊക്കെ ഉള്ള പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പക്ഷേ ബോറടിപ്പിക്കില്ല. ഇന്റർവെല്ലിൽ വരെ നല്ല അടിപൊളിയായിട്ട് പോകും. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഒന്ന് ലാഗേഴ്സ് നമ്മൾ ഇരിക്കേണ്ടി വരും. ആസ് എ ഹോൾ ഇതൊരു സറ്റയറുമാണ്. അത്ര തന്നെ ഈ മെയിൽ ഈഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു പടം കൂടിയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പടത്തിന്റെ BGM അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ പാട്ടും നല്ല സൂപ്പറായിരുന്നു. നടന്മാരുടെ, അതായത് ആക്ടേഴ്സിന്റെ, വിനായകന്റെ ആണെങ്കിലും സുരാജിന്റെ ആണെങ്കിലും പെർഫോമൻസും അത്യാവശ്യം ഗംഭീരം തന്നെയായിരുന്നു. സോ ഇതാണ് തെക്ക് വടക്ക്, ഡയറക്റ്റഡ് ബൈ പ്രേം ശങ്കർ.